ഏറെ ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, മതേതര കേരളത്തിൻ്റെ അനിഷേധ്യനായ അമരക്കാരൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും ഐക്യമുന്നണി രാഷ്ട്രീയത്തിൻ്റെ ചാലകശക്തിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സംഘടനാരംഗത്ത് ഉറച്ച നിലപാടുകളോടുകൂടി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്കൊപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊപ്പം പ്രവർത്തിച്ചു വരുന്ന ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ സലാം സാഹിബ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഏറെ ബഹുമാന്യരായ മുസ്ലിം ലീഗിൻ്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെയും പോഷക സംഘടനകളുടെയും ഒക്കെ ആദരണീയരായിട്ടുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇരിക്കുന്നൊരു വേദിയിൽ അധ്യക്ഷ പ്രസംഗമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മിതത്വം വേണം എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പോരാട്ടം, മുന്നേറ്റം, അതിജീവനം, ഈ മൂന്ന് സമകാലിക പ്രസക്തിയുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ സമ്മേളനം ഈ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നത്. പലരും എന്നോട് ചോദിച്ചു, എപ്പോഴാണ് സംഘടനാ തെരഞ്ഞെടുപ്പ്? അത് കൃത്യമായി എല്ലാ വർഷവും മുറ തെറ്റാതെ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിനിയും അങ്ങനെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും. ഇതൊരു വേറിട്ട സംസ്ഥാന സമ്മേളനമാണ്. കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെയും തൊഴിൽ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു വേദി കൂടി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നാളെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായിട്ടുള്ള സലാം സാഹിബാണ്. അതോടുകൂടി സമ്മേളനം അവസാനിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ കാര്യപരിപാടി ഞങ്ങൾ തയ്യാറാക്കി വച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 69 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനമാണ് STU. ഇന്നത് പതുക്കെ പതുക്കെ ചുവട് വെച്ചുകൊണ്ട് കേരളത്തിലെ മുൻനിര തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നു വന്നു എന്ന് കാണുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. ഞാൻ സ്വതന്ത്ര തൊഴിലാളിയിലേക്ക് കടന്നു വരുന്നത് ഏതാണ്ട് ഒരു 15 വർഷം മുമ്പാണ്. ഞാൻ അപ്പുറത്തെ രാഷ്ട്രീയത്തിൽ നിന്ന ഒരാളാണ്. ആ സമയത്താണ് മതേതര മുന്നേറ്റത്തിൻ്റെ യഥാർത്ഥ പ്രസ്ഥാനമെന്ന് പറയുന്നത് മുസ്ലിം ലീഗാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ബഹുമാന്യനായ തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും ഒക്കെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് കടന്നു വന്നത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. തങ്ങൾ പറഞ്ഞു, റഹ്മത്തുള്ളാഹി സാഹിബിൻ്റെ സ്വഭാവ ഗുണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കലാണ് എന്നെന്നോട് പറഞ്ഞു. ഞാനത് 2 കൈയും തട്ടി സ്വീകരിച്ചു. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എൻ്റെ പൊതുപ്രവർത്തനത്തിൽ, തൊഴിലാളി സംഘാടനത്തിൽ ഇതുപോലൊരു സുദിനമുണ്ടായിട്ടില്ല എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പതുക്കെ പതുക്കെയാണെങ്കിലും കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനമാണ്. സന്ദീപ് വാര്യർ ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചു, തങ്ങളും കുഞ്ഞാലി സാഹിബും വരുന്നതിന് മുമ്പ്. അയാൾ കൃത്യതയുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ സൂചിപ്പിച്ചു. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ സംഘാടനത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഞങ്ങൾക്ക് മാതൃക കാണിച്ചത് മഹാനായ KM സീതി സാഹിബാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. ബഹുമാന്യനായ സീതി സാഹിബിൻ്റെ ദാർശനികമായ നിലപാട്, അദ്ദേഹം പറഞ്ഞു, തൊഴിലാളികൾ സംഘടിക്കേണ്ടത്
ജാതി മത ഭേദത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംഘടിക്കണം. അത് സ്വതന്ത്രമായിട്ട് സംഘടിക്കണം. അങ്ങനെ സംഘടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ധാരണ വേണം, തൊഴിലാളിയും തൊഴിലുടമയും പരസ്പരം ശത്രുക്കളല്ല, മിത്രങ്ങളായിരിക്കണം. എന്ന് വെച്ചാൽ തൊഴിലിടങ്ങളിലെ സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കണം തൊഴിലാളി സംഘടന എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് മഹാനായ KMCD സാഹിബാണ്. ആ ചുവട് പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 69 വർഷക്കാലമായി ഞങ്ങൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിയത്. ഈ 69 വർഷത്തിനുള്ളിൽ ഓർക്കാതെ പോയാൽ ഒരു തെറ്റാണെന്നുള്ളത് ഞാൻ പറയട്ടെ, ഈ പ്രസ്ഥാനത്തിന് മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ നേതൃത്വം നൽകിയിട്ടുണ്ട്. ബഹുമാനനായ നഹാസ് സാഹിബ് ഉൾപ്പെടെ, KS തങ്ങൾ ഉൾപ്പെടെ, UA ബിരാൻ സാഹിബ് ഉൾപ്പെടെ, അതുപോലെ തന്നെ KK അബു സാഹിബ് ഉൾപ്പെടെ, ചെർക്കുളം അബ്ദുള്ള സാഹിബ് ഉൾപ്പെടെ, ദീർഘകാലം മുഹമ്മദ് കുട്ടി ഉണ്ണിക്കുളത്തെ പോലുള്ള ഇന്നും ഞങ്ങളുടെ നേതാവായി നിൽക്കുന്ന ഉണ്ണിക്കുളത്തെ പോലുള്ള ആൾക്കാർ, മനസ്സിലാക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഇടക്ക് മലപ്പുറത്ത് മോട്ടോർ തൊഴിലാളി നേതാവായി അല്പകാലം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. AT മുഹമ്മദ് ബഷീർ സാഹിബ് ഞങ്ങളുടെ അനിഷേധന നേതാവാണ്. മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരുടെയും അകമഴിഞ്ഞ പിന്തുണയും താങ്ങും തണലും കഴിഞ്ഞ 69 വർഷമായി ഈ പ്രസ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സംഘടനാ പ്രവർത്തനത്തിലും മുസ്ലിം ലീഗ് നേരിട്ട് ഇടപെടാറില്ല. സ്വതന്ത്രമായി തന്നെ പ്രവർത്തിച്ചു കൊള്ളണമെന്നാണ് ഞങ്ങളോട് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ആവശ്യപ്പെടുന്നത്. അത് ബാഫക്കി തങ്ങളാവട്ടെ, അതുപോലെ തന്നെ CH മുഹമ്മദ് കോയ സാഹിബാവട്ടെ, പിന്നീട് ബഹുമാന്യരായ തങ്ങൾ കുടുംബമാവട്ടെ, എല്ലാവരും ആ രീതിയിൽ ഈ പ്രസ്ഥാനത്തിന് അകമഴിഞ്ഞ പിന്തുണയും സഹായവും നൽകിയതുകൊണ്ടാണ് കേരളത്തിൽ ഈ പ്രസ്ഥാനം ഇതുപോലെ വളർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. തൊഴിൽ മേഖല വല്ലാത്തൊരു സങ്കീർണതയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു പ്രതിസന്ധിയാണ് തൊഴിൽ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഒരു വളർച്ചയ്ക്കും തൊഴിലാളി എതിരല്ല, അങ്ങനെ കണ്ടുപോകരുത്. ശാസ്ത്രം വളരണം, സാങ്കേതികവിദ്യ മുന്നോട്ട് പോകണം. അത് രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ്, മുന്നേറ്റത്തിന് ആവശ്യമാണ്. പക്ഷെ മനുഷ്യാധ്വാനത്തെ പാടെ നിരാകരിക്കുന്ന വികസനമാണെങ്കിൽ ആ വികസനത്തിന് എന്തർത്ഥമാണുള്ളത്? വികസനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ പോക്കറ്റിൽ 2.25 അധികം വരണ്ടേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. ഞങ്ങളതിന് അനുകൂലമാണ്, ഞങ്ങളതിന് നിരാകരിക്കുന്നില്ല. പക്ഷെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലിയും ഈ ആധുനിക കാലത്ത് ഈ പറഞ്ഞതുപോലെ റോബോട്ട്സും യന്ത്രമനുഷ്യന്മാരും എല്ലാം ചെയ്ത് നിങ്ങൾ പാടെ മാറിയിരിക്കണം എന്ന് പറയുന്നത് അത് കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അത് കറകളഞ്ഞ സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളതിനെതിരാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മോദി ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 29 തൊഴിൽ നിയമങ്ങളെയാണ് 4 കോഡുകളാക്കി ചുരുക്കി കെട്ടിയത്. എണ്ണം കുറഞ്ഞതിലും ഞങ്ങൾക്കൊരു പരാതിയുമില്ല, ഒരു പരിഭവമില്ല. പക്ഷെ ആ എണ്ണം കുറയുമ്പോൾ തൊഴിലാളിയുടെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്, റൈറ്റ് ടു ലീവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശമാണ്. മനുഷ്യന് വായു ഭക്ഷിച്ചിട്ട് ജീവിക്കാൻ സാധിക്കുമോ? വെള്ളം മാത്രം കുടിച്ച് മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ? അവന് ഭക്ഷണം കിട്ടണ്ടേ? ഭക്ഷണം കിട്ടണമെങ്കിൽ അവന് ജോലി വേണം. ഈ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തു വെച്ചതെന്താണ്? ഇവിടെ പലരും സൂചിപ്പിച്ചല്ലോ, തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ലോകത്തിന് മുഴുവൻ മാതൃക കാണിച്ചൊരു പദ്ധതി ഒരു ഉറപ്പുമില്ലാത്ത തൊഴിൽദാന പദ്ധതിയായി അതിനെ മാറ്റിയെടുത്തു. എന്ന് വെച്ചാൽ തൊഴിലില്ലാത്തൊരു കാലത്തേക്ക് മനുഷ്യൻ പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ വികസനത്തെ മാത്രമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, അല്ലാതൊരു വികസനത്തെ ഞങ്ങൾ ചോദ്യം ചെയ്തില്ല.
കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു, ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് വ്യവസായങ്ങൾ ഇതുപോലെ വളരാതിരിക്കാനുള്ള കാരണം തൊഴിലാളികളുടെ സംഘടനാപരമായ അവകാശമാണ്. തൊഴിലാളി സംഘടിച്ചതുകൊണ്ടാണോ? 2 ലക്ഷം വ്യവസായശാലകൾ പൂട്ടിക്കിടക്കുന്നുണ്ട് രാജ്യത്ത്. ഒന്നിൽ പോലും ഒരു തൊഴിലാളി സമരം കൊണ്ട് പൂട്ടിയിട്ടില്ല. പൂട്ടാൻ അതല്ല കാരണം. സർക്കാരിൻ്റെ നിലപാടുകളാണ്, നിങ്ങളുടെ നയങ്ങളാണ്. ആ നയങ്ങൾ തിരുത്തണം. ഏതാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതേ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഞാനത് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിൻ്റെ ഏറെ ബഹുമാന്യനായ വ്യവസായ മന്ത്രിയായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി പറയട്ടെ, നിങ്ങൾ പണിതുണ്ടാക്കിയ എല്ലാ വ്യവസായ സംരംഭങ്ങളും ഇവർ തകർത്തുകൊണ്ടിരിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ആസ്തികൾ വിറ്റിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ദീർഘകാലമായി ശമ്പളം പോലും കൊടുക്കുന്നില്ല. അങ്ങനെ ധാരാളം തൊഴിൽ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, മോട്ടോർ തൊഴിലാളികൾ, നമ്മുടെ സ്കീം വർക്കർമാർ, അംഗനവാടിക്കാരും ആശാ വർക്കർമാരും എല്ലാം ഉൾപ്പെടുന്ന സ്കീം വർക്കർമാരെല്ലാം തുടങ്ങിയിട്ടുള്ള മേഖല വല്ലാത്തൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. എല്ലാ ക്ഷേമ ബോർഡുകളും തകർന്നുകൊണ്ടിരിക്കുക. മിക്കതും അവസാനിക്കാറായി. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പൊതുസമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് ഈ ഭരണത്തെ അവസാനിപ്പിക്കാനുള്ള തൊഴിലാളികളുടെ പ്രതിജ്ഞ കൂടിയായി ഈ സമ്മേളനം മാറണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ സർക്കാർ പോയേ തീരൂ. ഇടതുപക്ഷ ഭരണത്തിന് കേരളത്തിൽ അവസാനം കുറിക്കാൻ നമുക്ക് സാധിക്കണം. ആ പോരാട്ടത്തിന് മുന്നിൽ കേരളത്തിലെ തൊഴിലാളി ഉണ്ടാകണം. അതിജീവനത്തിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു, ഞാൻ പറയുന്നില്ല. അത് ഏറ്റവും അവസാനം പാലസ്തീനിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഒരു രാജ്യത്ത് പ്രസിഡന്റിനെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പിടിച്ചു കൊണ്ടുപോയി ഇപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഈ സാമ്രാജ്യത്വത്തിൻ്റെ വെട്ടിപ്പിടിക്കൽ മോഹം കൊണ്ട് നടക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, അവിടെ എല്ലാം ജനങ്ങൾ നടത്തുന്ന അതിജീവന പോരാട്ടം, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക സമുദായങ്ങളും എല്ലാം നടത്തുന്ന അതിജീവന പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ എല്ലാം കൂടെ ഞങ്ങളുണ്ടാകും എന്ന് പ്രഖ്യാപിക്കാനാണ് ഇതുപോലെ ഒരു പ്രകടനം പൊതുസമ്മേളനം വെച്ചത്. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. സത്യത്തിൽ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിലേറെ ആൾക്കാർ പ്രകടനം കാണാൻ നിൽക്കുന്നത് ഒരു വല്ലാത്ത പ്രതിഭാസമാണ്. ഞാൻ ഈ പ്രകടനം നയിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഏതാണ്ട് പ്രകടനത്തിൽ നിന്നതിനേക്കാൾ ആൾക്കാർ ഈ ഗ്രൗണ്ടിലുമുണ്ട്. അതുപോലെ തന്നെ നീലക്കൊടി പിടിച്ചിട്ട് ഈ തെരുവിൽ നിൽക്കുന്നുണ്ട്. അതിലേറെയും സഹോദരിമാരാണ്. സ്വതന്ത്ര തൊഴിലാളിയുടെ ഈ കാലഘട്ടത്തിലെ പ്രത്യേകത, കേരളത്തിലെ സ്ത്രീ തൊഴിലാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസ്ഥാനമായി സ്വതന്ത്ര തൊഴിലാളിന് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ സുന്നത്ത് പ്രത്യേകത. വളരെ പ്രയാസപ്പെട്ട് ഈ പൊതുസമ്മേളനം വിജയിപ്പിക്കാൻ ഇവിടെ വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ ആദരവോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മറ്റ് നേതാക്കന്മാർക്കുമൊക്കെ വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്, ജയ് എസ് ടി യു.